ഹായ് ഹലോ എല്ലാവർക്കും ഡി വി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് പിക്ചർ. അത് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പിങ്ക് കളർ ക്ലോത്ത് ഫ്രെയിമുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് കാർബൺ പേപ്പറാണ്. ഇതിപ്പോൾ യെല്ലോ കളർ കാർബൺ പേപ്പറാണ്. ബ്ലൂ, വൈറ്റ് ഇതൊക്കെ അവൈലബിൾ ആണ്. നമുക്കിത് അതായത് ബ്ലാക്ക് ക്ലോത്തിലാണെങ്കിൽ ബ്ലൂ വലിയതായിട്ട് കാണാൻ പറ്റില്ല നമ്മൾക്ക് ട്രേസ് ചെയ്യുന്നത്. അതിന് പകരം യെല്ലോയോ വൈറ്റോ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് മാറി മാറി ഇതിലേത് കാർബൺ പേപ്പർ വേണമെങ്കിലും സൂട്ട് ആവുന്നതാണോ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഒരു ട്രേസിങ് പേപ്പറാണ്. ട്രേസിങ് പേപ്പർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് പേപ്പറാണ്. കണ്ടോ, ഇതുപോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും പിക്ചർ അതായത് ട്രേസിങ് പേപ്പറിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല രീതിയിൽ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നതും അതുപോലെ വരച്ചെടുക്കാൻ പറ്റുന്നതുമാണ്. ഇതാ കണ്ടോ, ഉദാഹരണത്തിന് അതുകൊണ്ട് ഇപ്പം ഞാൻ ഒരു നോട്ട്ബുക്ക് പിക്ചറുള്ള നോട്ട്ബുക്ക് അടിയിൽ വെച്ചിട്ടുണ്ട്. പുറത്തൂടെ കണ്ടാൽ നമുക്ക് നന്നായിട്ട് അത് കാണാൻ സാധിക്കും. അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേസ് ചെയ്ത് വരച്ചെടുക്കുന്നത്. ഇതൊരു വലിയൊരു ഷീറ്റിന് 5 രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ആദ്യം ഞാൻ അതിൻ്റെ അടിയിൽ അതായത് ഫ്രെയിമിൻ്റെ അടിയിൽ ഒരു നോട്ട്ബുക്ക് വെക്കുന്നുണ്ട്. നോട്ട്ബുക്ക് വെച്ച ശേഷം ഫസ്റ്റ് നമ്മൾ വെക്കേണ്ടത് കാർബൺ പേപ്പറാണ്. കാർബൺ പേപ്പർ നമുക്ക് ഈ നെക്കിലൊക്കെ ചെയ്യുന്ന ഡിസൈൻ ആണെങ്കിൽ ചെറിയ നമ്മുടെ മാംഗോ ഡിസൈനൊക്കെ ആണെങ്കിൽ ചെറിയ പേപ്പർ കട്ട് ചെയ്തതിന് ശേഷം ആ മാംഗോ ഡിസൈൻ വലുപ്പത്തിൽ കട്ട് ചെയ്ത് അത് അവിടെ ആയിട്ട് ഇതുപോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ട്രേസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ കാർബൺ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് എന്താണ് ട്രേസിങ് പേപ്പർ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ചിത്രത്തിൻ്റെ ഇത്രയും പോർഷനാണ് വരച്ചെടുക്കാൻ പോകുന്നത്. കണ്ടോ, ഇത്രയേ എടുക്കുന്നുള്ളൂ. നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. കണ്ടോ, ഏറ്റവും എളുപ്പമായ മെത്തേഡ് ഈ മെത്തേഡ് മാത്രമല്ല, ഇതിലും വേറെ 2-3 മെത്തേഡുണ്ട് ട്രേസ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഈ കാണുന്നത് പോലെ അതിൽ കൂടെ തന്നെ ഒരു പെന്നും കൂടെ വേണം. ബോൾ പെന്നാവുന്നതാണ് നല്ലത്. അത് വെച്ച് നമ്മൾ ഇതുപോലെ തന്നെ ട്രേസ് ചെയ്തെടുക്കുന്നു. കൈ മാറ്റാൻ പാടില്ല, എങ്കിൽ നമ്മൾ ട്രേസ് ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് മാറിപ്പോകും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു മറ്റേ പിന്നുണ്ടല്ലോ, പിൻ ചെയ്ത് വെച്ച ശേഷം ട്രേസ് ചെയ്തെടുക്കുക. 4 സൈഡും ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് പിന്ന് വയ്ക്കുക. അത് കഴിഞ്ഞ ശേഷം ഇത് ട്രേസ് ചെയ്തെടുക്കുക. ഇതുപോലെ അതിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അത് ട്രേസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതുപോലെ കണ്ടോ. ഇതിപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റുമ്പോഴത്തേക്ക് കണ്ടോ, ട്രേസ് ചെയ്ത പിക്ചർ അതിൽ തെളിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ പിക്ചേഴ്സ് ട്രേസ് ചെയ്തെടുക്കുന്നത്. മിക്കവാറുള്ള എല്ലാവർക്കും അറിയായിരിക്കും. എന്നാൽ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രേസ് ചെയ്തെടുക്കാൻ വേറെ പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.